ഇത് കുഴപ്പമില്ല മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ട്. കഴിഞ്ഞ പ്രാവശ്യം മോള് പിരിവ് എടുത്തതേ 1.5 ഇഞ്ചാക്കി കളഞ്ഞു. വെറും ബോറായി പോയി. ഞാനാണെങ്കിൽ വീട്ടിൽ ചെന്ന് കുത്തിയിരുന്ന് കരയുമായിരുന്നു. എനിക്ക് എന്തോരം ടെൻഷനായിരുന്നെന്നറിയാവോ. ഒരാഴ്ചത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങിയില്ല. അല്ല, നാളെ ഷോപ്പിലോട്ട് വന്നാൽ പോരായിരുന്നോ? എന്തിനാ വീട്ടിലോട്ട് വന്നേ? പറ്റത്തില്ല. ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയാലേ പിരിവ് 3 ഇഞ്ചായി പോവും. ഇപ്പോഴാ സെറ്റായത്. ഇതിപ്പോൾ ഒരു 2-2.25 ഇഞ്ച്. ഇത് സെറ്റാ മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞങ്ങളുടെ ഷോപ്പിൽ വന്നതിന് ശേഷം ആൻറ്റിക്ക് നല്ല മാറ്റമുണ്ട്. എന്തോ വിളിച്ചേ? അല്ല, ആൻറ്റി. ആൻറ്റീന്ന് വിളിക്കരുത് തന്നെ, കാൽമി ചേച്ചിന്ന് വിളിക്കണം കേട്ടോ. ഓക്കെ, ചേച്ചിക്ക് എന്തായാലും നല്ല മാറ്റമുണ്ട്. അതെ, നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഒന്നുമല്ല, അതെന്റെ ജന്മനാൽ കിട്ടിയ ഒരു സൗന്ദര്യമായി എനിക്ക്. എടാ കുട്ടാ, ഇടാ നീ ചേച്ചിയുടെ മുഖം ഒന്ന് നോക്കിയേ. എൻ്റെ മുഖത്ത് റിങ്കിൾസ് ഉണ്ടോ മോളെ? അയ്യോ, അത് പ്രായത്തിൻ്റെ ചേച്ചി. ഇപ്പം എത്ര വയസ്സുണ്ട്? എന്തോ തോന്നിക്കും എന്നെ കണ്ടാല്. അത് ഒരു 59. നിങ്ങളുടെ ഫാദറിനായിരിക്കും 59 ഒക്കെ. എനിക്ക് 20 കഴിഞ്ഞിട്ടൊരു ജസ്റ്റ് 30 years അത്രേ ആയിട്ടുള്ളൂ. അല്ല, ഇത്ര നാളും എങ്ങനെ ഈ സൗന്ദര്യം കൊണ്ട് നടന്നേ? മോളെ എഴുതിയെടുത്തു, ഞാൻ പറഞ്ഞു തരാം. അസൂയ, കുശുമ്പ് ഇതൊന്നും മനസ്സിലാവരുത്. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു പോയോ നമ്മുടെ സൗന്ദര്യം പോയി. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അറിയാവോ? എങ്കിലേ സൗന്ദര്യം കിട്ടൂ. എന്നെ പോലെ എന്നെ നാട്ടുകാർ വിളിക്കുന്നത് എന്തോന്നറിയാമോ? സുന്ദരി കൊച്ചമ്മ. ഈ വേദിയിലിരിക്കുന്ന മഹിളാ വിശിഷ്ട സുന്ദരികളെ, നിങ്ങൾക്ക് ഈ സുന്ദരിയുടെ കൂപ്പ് കയ്യുക. നമസ്കാരം സുന്ദരി. നമസ്കാരം സുന്ദരി. നമസ്കാരം സുന്ദരി. എന്നാൽ നമുക്ക് ആദ്യമായി നമ്മുടെ ഈ സംഘടനയ്ക്ക് ഒരു ഈശ്വര പ്രാർത്ഥന വേണമല്ലോ. എല്ലാവരും ഇവിടുന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈശ്വര പ്രാർത്ഥന തുടങ്ങാൻ സുന്ദരികളെ. എൻ്റെ സൗന്ദര്യമല്ല നിന്റെ സൗന്ദര്യം, എൻ്റെ മുഖമല്ല നിന്റെ മുഖം, ആരെയും മയക്കും സൗന്ദര്യ റാണികൾ നമ്മൾ. ദൈവം തന്ന സൗന്ദര്യം, ജന്മനാ നൽകിയ സൗന്ദര്യം. എന്നാൽ ഇനി എല്ലാ സുന്ദരികളും ഇരുന്നാട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സുന്ദരികളുടെ ഒരു സംഘടന തുടങ്ങിയിട്ട് ഒരു 75 വർഷത്തോളമായി. അതെങ്ങനെ പ്രസിഡന്റ് 75 വർഷം എന്ന് പറയുന്നത്? നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ. 2 വർഷമേ ആയുള്ളെങ്കിൽ ഈ 75 വർഷം എന്ന് പറഞ്ഞെങ്കിലല്ല, അതുകൊണ്ട് നമുക്കൊരു വെയിറ്റ് ഉള്ളൂ. അതിപ്പോൾ ആരാണ്ട് അറിയാൻ പോന്നോ? നമ്മളല്ലേ അറിയുന്നുള്ളൂ. ശരി. നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ സൗന്ദര്യ ഉൽപ്പന്നത്തിൻ്റെ വിലക്കയറ്റം അത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അതുപോലെ തന്നെ GST. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ധർണ നടത്തണം. ഇല്ലേ സുന്ദരികളെ? അതെങ്ങനെയാ സുന്ദരി ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ധർണ നടത്തുന്നത്? അവിടെ ലാത്തി ചാർജും ജലപീരങ്കി ഒക്കെ ഉള്ളതല്ലയോ? അപ്പൊ ഈ ജലപീരങ്കിക്കകത്ത് നീ വെള്ളം വന്നിട്ട് നമ്മുടെ സൗന്ദര്യം എല്ലാം കൂടെ അങ്ങ് ഒലിച്ചു പോകത്തില്ലയോ? അല്ല, സുന്ദരി പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ലാത്തി ചാർജ് നമുക്ക് എങ്ങനെയും സഹിക്കാം, പക്ഷെ ജലപീരങ്കിയുടെ അടുത്ത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിനടുത്തുനിന്ന് ഒരു 10 അടി പിറകോട്ട് നമുക്ക് മാറി നിൽക്കാം. അതേ ഉള്ളൂ അതിന് മാർഗം. എന്താ സുന്ദരികളെല്ലാം ഓക്കെയാണോ? സുന്ദരികളെ, പിന്നെ ലാത്തി ചാർജ് അത് നിങ്ങൾ പേടിക്കണ്ട. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരൊന്നും നമ്മളെ അടുക്കത്തില്ലെന്ന്. അത് തന്നെയല്ല, അവർ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി. സുന്ദരി പ്രസിഡന്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ ഈ വർഷം സ്കൂളുകളിൽ ഒരു സഹായവും നമ്മൾ ചെയ്തിട്ടില്ല. അടുത്ത അധ്യയന വർഷമെങ്കിലും നമുക്ക് സ്കൂളുകളിലൊക്കെ ചെറിയൊരു സഹായം ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മുടെ സംഘടന എന്തെങ്കിലും തീരുമാനം എടുക്കണം. നമുക്ക് സ്കൂളുകൾക്കൊന്ന് പോകാമല്ലോ. നീലസുന്ദരി പേടിക്കണ്ട. ജീവിതത്തിലും പഠനത്തിലും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ അമ്മൂമ്മമാർക്ക് നമ്മളൊരു സൗന്ദര്യ കിറ്റ് അവർക്ക് സൗജന്യമായിട്ട് ഈ സംഘടനയുടെ പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു തീരുമാനമാണ് പ്രസിഡന്റ്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് തീരുമല്ലോ. മതിയല്ലോ സുന്ദരികളെ? പിന്നെ പ്രസിഡന്റേ, നമ്മുടെ സംഘടനയിൽ നിന്ന് വത്സലയെ പുറത്താക്കി. അതിന് വ്യക്തമായിട്ടൊരു കാരണം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല സുന്ദരി, സംഘടനയെ പറയാതെ എന്തിനാ വത്സല മുടി കൊണ്ടുവന്ന് ക്രാപ്പ് ചെയ്തത്? ഈ സംഘടനയുള്ള ഒരു കാലവും സുന്ദരികളോട് ചോദിക്കാതെ മുടി മുറിക്കാനോ പിരിവൻ ത്രെഡ് ചെയ്യാനോ പോകാൻ പാടില്ല. അത് ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടെ ഒപ്പിട്ടതിന് ശേഷമേ ഇതെല്ലാം ചെയ്യാവൂ. അതുകൊണ്ടാ വത്സലെ പറഞ്ഞു വിട്ടത്. ശരിയല്ലയോ? പിന്നെ ഇത് കാണിക്കുന്ന ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കും. അതെ, പ്രസിഡന്റായ ഞാനേ ഇവിടെ ഇരിക്കുന്നതേ ക്ലബ് ചെയ്യാനല്ല, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞിരിക്കണം. കേട്ടോ സുന്ദരി?
ആ എൻ്റെ സുന്ദരി പ്രസിഡന്റ്, നമ്മുടെ സംഘടനയിൽ ആകെ 4, 3, 7 പേരേ ഉള്ളൂ. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അങ്ങനെ 2, 3 പേര്. ഈ സംഘടന ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. യുവതലമുറ ഈ നമ്മുടെ സംഘടനയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഈ സംഘടനയൊന്ന് പുഷ്ടിപ്പെടുകയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം, പ്രസിഡന്റിൻ്റെ മരുമകളുണ്ടല്ലോ മോഹിനി, അവളാണെങ്കിൽ ഈ ഇരിക്കുന്നവരെക്കാട്ടിലൊക്കെ സുന്ദരിയുമാണ്. അവളെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവന്നാൽ ഈ സംഘടനയൊന്ന് മെച്ചപ്പെടും. എന്താണ് പ്രസിഡന്റിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവരുടെ അഭിപ്രായം കൂടെ? അതെ, സ്വപ്നസുന്ദരി പറഞ്ഞതിനെ പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാം. തൽക്കാലം ഈ മീറ്റിംഗ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇരുന്നവരെല്ലാം പോയോ? ഞാനിതിലൂടെ ഇരിക്കുന്നേ, ഞാനും പോയേക്കാം. ഈ സംഘടന ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. യുവതലമുറ ഈ നമ്മുടെ സംഘടനയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഈ സംഘടനയൊന്ന് പുഷ്ടിപ്പെടുകയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം, പ്രസിഡന്റിൻ്റെ മരുമകളുണ്ടല്ലോ മോഹിനി, അവളാണെങ്കിൽ ഈ ഇരിക്കുന്നവരെക്കാട്ടിലൊക്കെ സുന്ദരിയുമാണ്. അവളെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവന്നാൽ ഈ സംഘടനയൊന്ന് മെച്ചപ്പെടും. എന്തോ സൗന്ദര്യം? എനിക്ക് സൗന്ദര്യം കൂടുതൽ. അവൾക്ക് എന്തോ സൗന്ദര്യം ഇരിക്കുന്നെന്ന്. ഞാനാ നാച്ചുറൽ ബ്യൂട്ടി. അമ്മേ അമ്മ എവിടെയായിരുന്നു? ഞാൻ എത്ര വട്ടം വിളിച്ചു. അമ്മ വത്സല എന്ന് പറയുന്ന ഏതോ ഒരു ആൻറ്റി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ കിട്ടാഞ്ഞിട്ട്. എന്തോ മുടി വളരുന്നിടം വരെ വിഗ് വെച്ചോട്ടെ, സംഘടനയെ തിരിച്ചു കയറിക്കോട്ടെ എന്നൊക്കെ. എനിക്ക് മനസ്സിലായില്ല എന്തുവാന്ന്. അതെ, ഇനി വിളിക്കുമ്പോൾ അവളോട് പറഞ്ഞേരെ, ഇനി എന്നോട് ചോദിക്കാതെ മുടി വെട്ടത്തില്ല എന്ന 1000 വട്ടം എംബോസിഷൻ എഴുതി കൊണ്ടുവരാൻ പറ. അമ്മേ, ചേട്ടൻ മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. ആ 2-3 മാസത്തിനുള്ളിൽ ചേട്ടൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ 1-2 സ്ഥലത്ത് കറങ്ങാനൊക്കെ പോകും കേട്ടോ. അതെന്തത്തിനാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അല്ലമ്മേ, കല്യാണം കഴിഞ്ഞ ഉടനെ പോയതല്ലേ ചേട്ടൻ, ഞങ്ങൾക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. മോളെ സൗന്ദര്യമൊക്കെ പോവും, മോള് പോവണ്ട. ഓ, അതിലൊന്നും ഞാൻ ബോധേടല്ലമ്മേ. താണ്ടേ അവൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ എന്തോ പറഞ്ഞാലും അതുപോലെ അനുസരിച്ചോണം. കറങ്ങാൻ പോകാൻ നിന്നെ എങ്ങും വിടത്തില്ലടി. നിന്നെ അടച്ചു പൂട്ടി വീട്ടിനകത്ത് തന്നെ ഇരുത്തും ഞാൻ. നോക്കിക്കോ. മൊത്തം എത്ര തേങ്ങ കാണും? ഒരു 600-650 തേങ്ങ കാണും. ഈ ഒറ്റ ഒരു മൂടലോ? എൻ്റെ സുന്ദരി കൊച്ചമ്മ, ഞാൻ ഗോഡൗണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴാണ് 600 തേങ്ങയുടെ കണക്ക് കറക്റ്റ് ആയത്. നിങ്ങളുടെ ഗോഡൗണിലെ 600 തേങ്ങയുടെ കണക്കല്ല ചോദിച്ചാൽ, ഇതേലെന്തോ ഉണ്ടെന്നാ ചോദിച്ചത്. അതൊരു 10-38 തേങ്ങയുണ്ട്. ഒരു 18 എണ്ണം പേട. അത് ഞാൻ ഇവിടെ എന്ന് പറയും. അല്ല, തെങ്ങ കയറാൻ അറിയാവോ? അതെ, എന്നെ തേങ്ങ ഇടാനല്ലേ വിളിച്ചത്, കപ്പ പറിക്കാനൊന്നും അല്ലല്ലോ. എടോ, മഴ പെയ്ത് മൊത്തത്തിൽ തെന്നി കിടക്കുക, അതുകൊണ്ടാ ചോദിച്ചത്. അതെ, ഞാനേ ഒരു എക്സിക്യൂട്ടീവ് തെങ്ങേറ്റക്കാരനാ. സർട്ടിഫിക്കറ്റ് ബാഗിലുണ്ട്. നമ്മളൊരുമാതിരി കൊച്ചാക്കല്ലേ. കാര്യമൊക്കെ ശരിയാ, അണ്ടയ്ക്കൊന്ന് തലയെ കുത്തി വീഴരുത്. ഈ കൈ കണ്ടോ, തഴമ്പ. ഈ നെഞ്ച് കണ്ടോ, ഗ്രിപ്പ. കൈ വിട്ടാലും തറയിൽ വീഴത്തില്ല. അതാ ഞാനും തെങ്ങോടുള്ള ആത്മബന്ധം. അതെന്തൊരു ആത്മബന്ധമാടോ? എൻ്റെ സുന്ദരി കൊച്ചമ്മ, ജനിച്ച് 3ാമത്തെ മാസം തൊട്ട് തെങ്ങ് കയറാൻ തുടങ്ങിയതാ ഞാൻ. 3-ാം മാസത്തിലോ? അതെങ്ങനെയാ? അതെ, വീടിൻ്റെ മുറ്റത്തൊരു തെങ്ങ് വീണ് ഞാൻ മുട്ടയിൽ എഴുതുന്ന പ്രായമാണ്. ഞാൻ എഴഞ്ഞ ആ തെങ്ങിൻ്റെ ഉണ്ടയ്ക്കാൻ കയറി. അല്ലാതെ 3-ാം മാസം തെങ്ങ വലിഞ്ഞ് കയറാൻ ഞാൻ അണ്ണാങ്കുഞ്ഞൊന്നും അല്ലല്ലോ. അതെന്തോത്തിന്റെ എങ്കിലും കുഞ്ഞാവട്ടെ, ഇയാള് തെങ്ങ കയറാൻ നോക്ക. നിങ്ങൾ കൊടുവാളിതാ തേങ്ങ എടുത്താൻ. അത് വെട്ടോത്തിയും കൊണ്ടൊന്നല്ലയോ വന്നത്? അത് ഞാൻ തരണോ? മോഹിനി, മോളാ കൊടുവാളിഞ്ഞെടുത്തേ. ഇപ്പൊ കണ്ടതിനെക്കാട്ടി വലുതാണല്ലോ മാളത്തിലിരിക്കുന്നത്. മനസ്സിലായില്ല? അല്ല, വന്നു കയറിയ കൊച്ചേ സുന്ദരി കൊച്ചമ്മക്കാട്ടി സുന്ദരിയാണെന്ന് പറയുമായിരുന്നു. ഈ പറഞ്ഞതേ തൻ്റെ തോന്നല.
തോന്നലൊന്നും അല്ല, സുന്ദരി കൊച്ചമ്മയുടെ പേരങ്ങ് പോകും. ആ വന്നു കയറിയ കൊച്ചാ ഇനി സുന്ദരി കൊച്ചമ്മയെന്ന് അറിയപ്പെടുന്നത്. ഇയാൾ കൂടുതൽ ചലിക്കാൻ തന്നെ കയറാൻ നോക്കണേ. നാട്ടുകാരോരോന്ന് പറഞ്ഞു തുടങ്ങി. ഇനി അവളെ വീട്ടിന് വെളിയിലോട്ട് ഞാൻ ഇറക്കത്തില്ല. ആ മോളെവിടെ പോവാ? അമ്മേ ഞാനൊന്ന് പുറത്തു പോവാ. തോന്നലൊന്നും അല്ല, സുന്ദരി കൊച്ചമ്മയുടെ പേരങ്ങ് പോകും. ആ വന്നു കയറിയ കൊച്ചാ ഇനി സുന്ദരി കൊച്ചമ്മയെന്ന് അറിയപ്പെടുന്നത്. അമ്മ എന്തോ ആലോചിക്കുന്നേ? ഓ മോളിപ്പോ എങ്ങോട്ടും പോകണ്ട. അതെന്താ? മോളെ വെയിലാ. മോൾ ഈ വെയിലത്ത് പോയി കഴിഞ്ഞിരുന്നാലേ മോളെ മുഖം നാടിപ്പോവും. പുറത്ത് നല്ല മഴയുണ്ടല്ലോ. വെയിലും മഴയുണ്ട്, കുറുക്കന്റെ കല്യാണം പോലെ. അയ്യൊന്നും സാരമില്ലമ്മേ, എനിക്ക് പോണം. മോളെ മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ സുന്ദരി അമ്മയോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തരാം. അമ്മേ എനിക്കേ പാസ്പോർട്ടിന്റെ ഫോമിൽ ഒപ്പിടാനാ പോവേണ്ടത്. അതിനെന്താ അമ്മ പോയി ഒപ്പിടാ? അതെങ്ങനെയാ അമ്മേ? ഞാനല്ലേ പോകണ്ടേ? ഞാനല്ലേ എൻ്റെ ഒപ്പിടേണ്ടത്? അത് മോടൊപ്പം ഞാൻ ഇട്ടാ പോരായോ? അതിന് അമ്മയ്ക്ക് എൻ്റെ ഒപ്പ് അറിയുമോ? അമ്മേ ഇത് അവരവർ ചെന്ന് ഒപ്പിട്ടാലേ പറ്റത്തുള്ളൂ. ഓ അപ്പൊ പോയേ പറ്റത്തുള്ളു. എന്നാലേ എൻ്റെ ഗോൾഡ് വെച്ചിട്ടേ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ഒന്ന് വിളിച്ചു പറയാം. അമ്മയുടെ എന്തോ ഗോൾഡ്? ഞാനൊരു സുന്ദരിയാണ്, പഞ്ചായത്ത് സുന്ദരിയാണ്, പഞ്ചായത്ത് സംഘടനയുടെ ഒരു സുന്ദരിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സുന്ദരിയാണ്. ഇതൊക്കെ ഞാനത് വിളിച്ചു പറയാം. ഇതൊന്നും പോരാങ്കിൽ സൗന്ദര്യ സംഘടനയുടെ ഒരു പ്രസിഡന്റ് ആണെന്നും കൂടെ അങ്ങ് പറയാം. ഇതൊക്കെ പറയുന്ന ഉടനെ അവർക്ക് ഏക്കായിരിക്കാൻ പറ്റുമോ? അമ്മ ഇത് കേന്ദ്രത്തിന്റെയാ. എന്നാ കേന്ദ്ര സുന്ദരിയാണെന്ന് പറയാം. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? എനിക്ക് എന്തോ ആയാലും പോയേ പറ്റത്തുള്ളൂ. അപ്പൊ പോയേ പറ്റത്തുള്ളൂ. മോളിങ്ങനെ സിമ്പിളായിട്ട് പോകരുത്, നല്ല വൃത്തിയായിട്ട് ഒരുങ്ങിപ്പോണം. മോൾ ആരാന്നാ വിചാരിച്ചേ? സുന്ദരിയമ്മയുടെ മരുമോളാ നീയേ, അറിയാമോ? വാ, അമ്മ നല്ല ഭംഗിയായിട്ട് മക്കളെ ഒരുക്കി വിടാം. വാടി വാ. ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വാ. എത്ര സൗന്ദര്യമോ മോക്ക്. പഴയതിലങ്ങ് സുന്ദരിയായി. ഇതെന്തോ വല്ലാത്ത കോലം പോലെ തോന്നുന്നമ്മേ. അയ്യോ മോക്കത് തോന്നുവാ. മോൾ എന്തോ ഈ പറയുന്നേ? അയ്യോ ഇത്രയും സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മേ അതുകൊണ്ട് ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നു. അയ്യോ അതങ്ങനെയാ മോളെ, ഈ സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ ഇവർക്കൊക്കെ ഒരു പുച്ഛവാ. അതെ മക്കളെ, മാങ്ങയുള്ള മാവേലല്ലാതെ എറിയാൻ ഒക്കുവോ? കളിയാക്കി ചിരിക്കുവാന്നാ എനിക്ക് തോന്നുന്നു. ഒന്നുമല്ല. മോളൊരു കാര്യം ചെയ്യും, നമ്മൾ കണ്ടുപിടിച്ച് ഒരു ബന്ധു വീടുണ്ട്, ആ വീട്ടിലോട്ട് പോകാം. ആ മോളിങ്ങോട്ട് വാ. ഏതാടി ഈ രൂപം? കണ്ടിട്ട് മറതേ പോലെ ഇരിക്കുന്നല്ലോ. എൻ്റെ മരുമോളാ മോഹിനി. ഇത്രയും സുന്ദരിയായ നിനക്ക് ഇതുപോലത്തെ ഒരു മരുമോളെയാണോ കിട്ടിയത്? ഇത് എവിടുന്ന് എടുത്തോണ്ട് വന്നതിന്? ആരെ പേടിപ്പിക്കാൻ കൊണ്ടിറങ്ങിയതാ നിങ്ങൾ ഈ സാധനത്തിന്? അതെ പാസ്പോർട്ട് വെച്ച് പോയതാ. അവിടെ ഉള്ളവരെല്ലാം ഓടിപ്പോയോ കണ്ടേച്ച്? ഇല്ല. ആ വൈകിട്ട് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം. വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോഴേ നല്ല വൃത്തിയായിട്ടൊക്കെ പോകണം, അല്ലെങ്കിൽ അവിടെ ആനയൊക്കെ കാണും. ആന എവളെ കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോവും. ചായ വല്ലതും വേണോ നിങ്ങൾക്ക് കുടിക്കാനേ? ചായ ഒന്നും വേണ്ട, വാ ഇങ്ങോട്ട്. കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത് എന്തൊരു രൂപമാ. അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം. എളുപ്പം നടക്കാം. ഓ അമ്പലത്തിൽ പോവാ. എന്തിനാ അമ്പലത്തിൽ പോന്നേ? അല്ല ദേവിയപ്പോലെ കൊച്ചിന്റെ കൂടെ നടക്കുന്നേ. എന്തായാലും നല്ല അടക്കമൊതുക്കുള്ള കൊച്ചാ കേട്ടോ. ഓ അങ്ങനെ പറയത്തക്ക അടക്കമൊതുക്കൊന്നും ഇല്ല. നടത്ത കണ്ട അറിയാലോ അടക്കമൊതുക്കുവാന്ന്. മോളെ അയാൾ പറഞ്ഞതൊന്നും മക്കൾ കാര്യമാക്കണ്ട. എന്താ? അത് മോടെ ഈ നടത്ത ശരിയല്ല. മോൾ ഇങ്ങനല്ല നടക്കേണ്ടത്. മോടെ സൗന്ദര്യം അനുസരിച്ച് വേണം മോൾ നടക്കാൻ. എന്തോ അമ്മ കുഴപ്പം? അത് അമ്മ കാണിച്ചു തരാം. മോൾ കണ്ടോ? കാണിക്കട്ടെ. അമ്മേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടിൽ കളിയാക്കത്തില്ലേ? എന്തോ കളിയാക്കാനാ? അമ്മ ഇതുപോലെ 10-16 വർഷം ഇങ്ങനെ നടന്നിട്ടാ അമ്മയ്ക്ക് സൗന്ദര്യം. മോളെന്ന് പറഞ്ഞ ആരാ? സുന്ദരി കൊച്ചമ്മയുടെ മരുമോളാ. മോടെ സൗന്ദര്യത്തിൻ്റെ കൂട്ട് തന്നെ മോള് നടക്കണം. സൗന്ദര്യം കൂടണ്ടേ? വേണ്ട. വേണം. നടക്കും മോള്, നടന്നേ.
അങ്ങനെ ആ 1/2 കിലോമീറ്റർ ഉണ്ട്, അവിടം വരെ നമുക്ക് നടക്കണം. അമ്മേ അമ്മേ ഓ എന്തോ മോളെ? അമ്മേന്റെ ഡ്രസ്സ് വല്ലോ കണ്ടോ? കണ്ടോ, അലമാരിയിൽ ഇരിപ്പുണ്ടല്ലോ. അയ്യോ അലമാരിയിലില്ല, കുറെ പഴയ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും കൊണ്ടുവന്ന ഡ്രസ്സ് ഒന്നും കാണുന്നില്ല. അയ്യോ മോടെ അതിനകത്തിരുന്നേ കുറച്ച് ഡ്രസ്സ് എടുത്ത് ഞാനേ അവിടെ ഒരു പെട്ടി ഇരുന്ന് ആ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അതെന്തിനാ? പാറ്റ കരളായിരിക്കാം. അമ്മയുടെ 10-16 സാരിയാ പാറ്റ കരണ്ടത്. എന്നാ പിന്നെ പാറ്റയെ കൊന്നൂടെ? ആ സാരി എല്ലാം കൂടെ തിന്നേ. ആ പാറ്റ ഈ അകലമുണ്ട്, പിന്നെ എങ്ങനെ കൊല്ലാനായിനെ? അപ്പൊ ഞാൻ ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ എന്തോ ഇടും? അതിന് മോള് വിഷമിക്കണ്ട, മോക്ക് നല്ലൊരു ഡ്രസ്സ് അമ്മ കരുതി ഇവിടെ വെച്ചിട്ടുണ്ട്. താണ്ടേ ഇത് അയ്യോ ഇത് നൈറ്റി ഇല്ലേ അമ്മേ? ഇത് മോക്ക് വെറും നൈറ്റി ആയിരിക്കും, ഇത് അമ്മയുടെ സ്വത്താ. നൈറ്റി സ്വത്തോ? പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ ശോഭന ഇട്ട മാക്സിയാ. അത് ലേലം വിളിച്ചപ്പോഴേ 78,000 രൂപയ്ക്ക് അമ്മ വാങ്ങിച്ചതായത്. ഈ മാക്സി ഇട്ടും കൊണ്ടേ മക്കളങ്ങോട്ടൊന്ന് ഇറങ്ങിക്കാട്ടെ. മോഹിനി എന്നുള്ള മോടെ പേരൊക്കെ അങ്ങ് മാറും. ശോഭനയെന്ന് എല്ലാവരും വിളിക്കും. അല്ലേലും മക്കൾക്ക് ശോഭനയുടെ ഒരു കട്ടുണ്ട്. ഏത് സീനിലാ ശോഭന കെട്ടിരുന്നത്? അയ്യോ മോളെ, ആ സീനേ ആ സിനിമയ്ക്കകത്തില്ല. അവരില്ല, ആകെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു മോളെ. മോളെന്നിട്ടേ അമ്മയൊന്ന് കാണട്ടെ. അല്ല മോളെ, ഈ മുടി വിൽക്കാന്നോ? അല്ല. അല്ലയോ, അവിടെ സൗന്ദര്യത്തിനൊരു അമ്മ ഇപ്പം വരാം. കത്തറി എന്ത് ചെയ്യാന്ന് കണ്ണ് പിടിക്കുന്നില്ല. എന്നാടാ കല്യാണം? ഡേറ്റ് വരുന്ന 16-ാം തീയതി. അല്ല നീ തന്നെ വന്നേ എന്താ? ആ കൊച്ചിനെ കൂടെ അവളെ കൂടെ കൊണ്ടുവരാൻ എന്താ? അവളും അമ്മയും കൂടെ സ്വർണം നോക്കാൻ പോയി. പിന്നെ അവര് വീട്ടിലില്ലല്ലോ, പിന്നെ ഞാനിങ്ങ് ഇറങ്ങി. ഓ അത് ശരി. അല്ല മോനെ, നിനക്ക് ലീവൊക്കെ കിട്ടിയായിരുന്നോ? ലീവ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ആകെ ഒരു പെങ്ങളല്ലയോ, പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെങ്കിൽ ഞാനിങ്ങ് പോകുന്നു. അവൻ വിളിക്കാറുണ്ടോ അപ്പച്ചി? ആ അവൻ വിളിക്കാറുണ്ട് മോനെ. അവനിപ്പോ ഈ ഇടയ്ക്ക് വരുമല്ലോ. വരുമോ? വരുമെന്ന് പറയുന്ന കേട്ടു. വരും. ആ അത് ശരി. ആ മോഹിനി എന്തിയെ? അവിടെ കാര്യം കൂടുതൽ പറയാതിരിക്കാൻ നല്ലത്. പിന്നെ പറയാൻ എന്നോട്. എന്നാലും ഒന്ന് വിളിക്കുക, ഞാൻ നേരിട്ട് പറയാം, അല്ലെങ്കിൽ അതൊരു പരാതിയാവും. വിളിക്കാൻ. മോഹിനിയേ, അയ്യോ ഇതെന്താ പറ്റിയതാ? ഭാഷ കാണിച്ചതാ. മുടിയങ്ങ് വെട്ടി ഭാഷ കാണിച്ചു പറഞ്ഞ കേൾക്കത്തില്ല. അയ്യോടാ, നല്ല മുടിയായിരുന്നല്ലോ, എല്ലാം വെട്ടിക്കളഞ്ഞു. അല്ല മോനെ, ഇതിനെയൊക്കെ കല്യാണത്തിന് കൊണ്ടുവന്നാലേ അവിടെ ആൾക്കാർ പേടിച്ച് ഓടത്തില്ലയോ? മുടിക്കകത്തൊക്കെയാണ് അപ്പച്ചി കാര്യം ഇരിക്കുന്നത്. ഇനി എത്ര മുടി പോയെന്ന് പറഞ്ഞാലും അവളുടെ മുഖത്തോട്ട് നോക്കിയേ, ആ കണ്ണ് കണ്ടോ? അന്ന് തന്നെ കല്യാണപ്പന്തലിൽ വെച്ച് എല്ലാവരും വർണ്ണിച്ചത് ഇവിടെ കണ്ണിനെ പറ്റിയാണ്. അല്ല മാൻമിഴി കണ്ണ്, എന്തൊരു ഐശ്വര്യം നോക്കി. ഞാൻ നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കല്യാണത്തിന് വന്നേക്കണം, മറക്കരുത്. അപ്പച്ചി മോളും കൂടെ. ആ കൊണ്ടുവരാം. ശരി. ഡേ ഓ ഒന്ന് നിന്നേ. അമ്മേ മോനെ, എന്താ മോനെ പെട്ടെന്ന്? സർപ്രൈസ്. ഇതെന്തുവാ ഇത്? ഓരോ ദിവസം കഴിയുന്നവരും അമ്മ അങ്ങ് സുന്ദരിയാവുകയാണല്ലോ. അയച്ചിരുന്ന കാശ് മൊത്തം ബ്യൂട്ടി പാർലറിൽ കൊണ്ട് കളയുവാന്നോ അമ്മേ? ഓ എവിടെ എൻ്റെ പ്രിയ പത്നി മോഹിനി? മോഹിനിയേ, താണ്ടി വന്നതാരാ നോക്കിയേ. ഞാൻ വന്നെന്ന് പറയല്ലേ അമ്മേ? മോൻ ഓടല്ലേ, മോൻ ഓടല്ലേ. മോഹിനിയേ, താണ്ടി വന്നതാരാ നോക്കേ. ചേട്ടാ, ആരാ ഇത്? നിന്റെ ഭാര്യ മോഹിനിയാടാ. എന്തുകൊണ്ട് നിന്റെ കണ്ണിന് ചുറ്റും? കണ്ണിൽ അമ്മ സൗന്ദര്യം കൂടാൻ വേണ്ടി ചാർക്കോൾ മാസ്ക് തേച്ചേക്കുവാ. മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പോയി കൈ കളയടി. അയ്യോ ഇത് തുടച്ചാലൊന്നും പോകത്തില്ല. 2-3 ദിവസമായി തേച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല. എടി റിമൂവർ വെച്ച് കളയടി. എൻ്റെ റിമൂവർ ആണെങ്കിൽ റിമൂവറും ഇല്ല. ഇവിടുത്തെ റിമൂവർ മൊത്തമേ പാറ്റ എടുത്തോണ്ട് പോവാ. എന്തോ അയ്യോന്ന് അറിയത്തില്ല. ദൈവമേ, നിന്റെ മുടിയും തീയടി.
കൂടുതലായിട്ട് ഉള്ളോടുകൂടി പൊട്ടിക്കളിക്കാൻ വേണ്ടി മുടി അമ്മ അങ്ങ് വെട്ടി. നല്ല രസമല്ല? അടവന് നല്ല രസമല്ലേ കാണാനേ. ആരോട് ചോദിച്ചിട്ട്? എന്നോട് പറഞ്ഞോ? എന്തോക്കെയാ മുടി മുറിച്ചേ? അവ വേണമെന്ന അമ്മ താഴെ വരെ മുടിയുള്ള പെണ്ണാ. അമ്മ കാണിക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ എന്തിനാ അമ്മ പറഞ്ഞതിനൊക്കെ നീ തുള്ളാൻ നിൽക്കുന്നത്? ചേട്ടനല്ലേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ പറഞ്ഞ അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണമെന്ന്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം അനുസരിക്കാവോ? നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നും ഇല്ലയോ? എനിക്കെന്തോ അഭിപ്രായമാ? അമ്മയുടെ എല്ലാം നല്ല സൂപ്പർ അഭിപ്രായമല്ലേ, അത് കേട്ട് ഞാൻ അങ്ങ് ജീവിക്കുക. ആ ഇത് കണ്ടോ, ഇത് അടിപൊളി നൈറ്റി ഇല്ലയോ? ഈ നൈറ്റി എന്തോന്നറിയാമോ? വടക്കൻ വീരഗാഥയ്ക്കകത്ത് ഉണ്ണിയാച്ചായിട്ട് നൈറ്റിയാ. പഴഞ്ചനായതുകൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അമ്മ ലേലത്തിന് പിടിച്ചതാ. എനിക്ക് തന്നു. അമ്മയുടെ നല്ല മനസ്സ്. പഴമഴ മണം. നീ സിനിമ കണ്ടായിരുന്നോ? കണ്ടു. അതിനകത്ത് ഈ നൈറ്റ് കണ്ടോ? അയ്യോ അത് സിനിമയിലില്ല, ലാഗ് കാരണം ഈ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഉണ്ണിയാർച്ചൻ നൈറ്റ് ഇട്ട് കുളിക്കുന്നത്. വിശ്വസിച്ച് പറഞ്ഞത് ചുമ്മാ അല്ല എൻ്റെ പെങ്ങൾ ഇവിടുന്ന് പോയത്. അസൂയക്കും കുശുമ്പിനെ മരുന്നില്ലേ അമ്മേ? റിമൂവറേ ഞാൻ തരാം, തുടച്ചുകളാം. അയ്യോ മോനെ റിമൂവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. മക്കളെ അമ്മ എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്. അമ്മയ്ക്ക് പറ്റിയതൊന്നുമില്ല, അവൾക്ക് പറ്റിയതേ കൊണ്ടുവന്നിട്ടുള്ളൂ. അമ്മ ആവശ്യത്തിന് മിനുക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നെനിക്ക് താടാ. അമ്മയ്ക്കില്ല, അത്രയേ ഉള്ളൂ. ആദ്യം ഇവിടെ ഞാനെന്നേ സുന്ദരിയാക്കി എടുക്കട്ടെ. മോനെ അമ്മയ്ക്കൂടെ താട്ടടാ, അമ്മയും കൂടെ സുന്ദരിയാവട്ടടാ. അമ്മയ്ക്ക് തരുന്നില്ല, അത്രയേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമൊക്കെ മതി. കുശുമ്പി വന്നേ. പെണ്ണുമ്പിള്ളെ സുന്ദരിയാക്കാൻ കൊണ്ടുപോയിരിക്കുക. നോക്കൂ രാത്രിയാവട്ടെ, മുട്ട ഞാൻ അടിച്ചു മാറ്റിയെടുക്കും. ഒരെണ്ണം ഞാൻ കൊടുക്കത്തില്ല. നോക്കിക്ക. ആ ഈ റിമൂവർ നല്ലതാ കേട്ടോ, പെട്ടെന്ന് പോയി. ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആട്ടോ. ഇത് മാത്രമേ കൊണ്ടുവന്നാളോ? വേറെ മുഖത്ത് നല്ല ഷൈനിങ് വരും. അത് കൊള്ളാം കേട്ടോ. തേച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറ. നല്ല മണം. അയ്യോ ഇതിന് ഡേറ്റ് കഴിഞ്ഞാണല്ലോ. എക്സ്പയറി കഴിഞ്ഞോ? ആ എക്സ്പയറി കഴിഞ്ഞതാ. ഇതൊക്കെ ഇതിനാ കൊണ്ടുവന്നേ? നോക്കി വാങ്ങിക്കണ്ടേ? അയ്യോടി കഴിഞ്ഞ ഇത് ഞാൻ പണ്ട് മേടിച്ച മാറിപ്പോയി. റൂമിൽ ഇരിപ്പുണ്ട് വേറെ. ഇത് ഉപയോഗിക്കണ്ട. എന്തായാലും റിയാക്ഷൻ വല്ലതും ഇവിടെ ഇരിക്കട്ടെ. എടി ഇതെല്ലാം ഒന്ന് കഴുകാനിടണം. ഇതെന്തോ നൈറ്റി? ഉണ്ണിയാർച്ചയുടെ നൈറ്റി. ഉണ്ണിയാർച്ചയുടെ കിണ്ടി ഇഞ്ചി പടി മതി. വേറെ തുണി എടുത്തിട്ട് അത് സ്പ്രേ എടുത്തടി. മുടിയൊക്കെ ഇരിക്കുന്നു. ഞാനൊന്ന് കുളിക്കട്ടെ, എടുത്ത് കഴുകട്ടെ. പിടി. ഓർത്ത് വേണ്ടേ? എടീ സമയം 5 മണിയാവുന്നെന്ന്. ഇവിടുന്ന് കിലോമീറ്റർ 10-25 പോകണം. പടം ഇപ്പം തുടങ്ങും. ഇങ്ങോട്ടൊന്ന് വാ. ആ വരുന്നു. ഇതെന്തോ ഈ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നേ? എനിക്കറിയത്തില്ല, ഞാൻ കുറേ നോക്കി തോന്നും. താഴ്ത്താത്ത സമയം ഇത്ര എടുത്തത്. തിയേറ്ററിലെ പ്രൊജക്ടർ കയറി ഇതിനകത്ത് പിടിക്കുമല്ലോ. എന്ത് ചെയ്യും? മുറിച്ച് കളാ. അയ്യോ മുറിച്ചാൽ ഞാൻ വളരുമ്പോ ലെവല് കിട്ടത്തില്ല. അല്ലെങ്കിൽ നല്ല മെച്ചമായി ലെവലായിട്ട് നിൽക്കുവാന്നല്ലോ. അമ്മ എന്ത് ചെയ്യേ? അമ്മ ഞാൻ കുറേ വട്ടം വിളിച്ചു, അമ്മ കഥ തുറക്കുന്നില്ല. എന്താന്ന് എനിക്കറിയത്തില്ല. അമ്മോ അമ്മേ രാവിലെ കാപ്പി കുടിക്കാനും വന്നില്ല, ഉച്ചയ്ക്ക് ചോറ് എഴുതാനും വന്നില്ല. അമ്മ ഞങ്ങള് പോവാ, വരുന്നുണ്ടോ? എന്തോ അമ്മ തിയേറ്ററിൽ ബോംബ് വെക്കാൻ പോവാന്നോ? അമ്മ ഇല്ലേ ഇത്? ഞാൻ മരുന്നില്ല, നിങ്ങൾ പോയിനാ. അമ്മ മോഹൻലാലിന്റെ നല്ല സിനിമ ഇങ്ങോട്ട് വാങ്ങുന്നു. മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയിരുന്നാലും ഞാൻ മരുന്നില്ല. അമ്മ കാര്യം പറയാമ്മേ. കാര്യമൊന്നുമില്ല. ഞാൻ ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. നീ എന്തെങ്കിലും പറഞ്ഞോ അമ്മേ? അമ്മ ഷാളൊന്ന് മാറ്റി. ഇല്ല അമ്മ ഷാള് മാറ്റി. അമ്മേ ഒന്നുമില്ല, മാറ്റത്തില്ല. ഷാള് മാറ്റി. അമ്മ മേക്കപ്പ് ചെയ്താണോ? ഇതെന്തോ പറ്റി അമ്മേ?
എടീ സുന്ദരി കൊച്ചമ്മ ഞാൻ തന്നെ അടി. ആ പട്ട ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് മനസ്സില്ല കൊടുക്കാൻ. ഇതെന്തോ പറ്റി അമ്മേ? എനിക്കറിയത്തില്ല മക്കളെ, ഏതോ ഒരു അജ്ഞാത ശക്തി എൻ്റെ ശരീരത്ത് കയറിയിട്ടുണ്ട്. അതോ ഇനി കണ്ണുദോഷം കിട്ടിയതാണോന്നും അറിയത്തില്ല. അത് കഴുകി കളഞ്ഞാൽ പോവോ? എൻ്റെ പൊന്നുമോളെ, ഞാൻ 10-20 പ്രാവശ്യം കല്ലും തൊണ്ടും എല്ലാം ഇട്ട് ഞാൻ കഴുകിയതാ. അതൊന്നും പോരായിട്ട് ഞാൻ കക്കൂസിലെ ലോഷൻ എടുത്ത് ഞാൻ കഴുകി, എന്നിട്ട് പോകുന്നില്ല. നമുക്ക് അമ്മയോടെ നിൽക്കട്ടെ. അയ്യോ അമ്മ, അമ്മയും കൊണ്ട് പോയാലേ നാട്ടുകാർ പേടിക്കും. എന്തോ അമ്മ ഇത് വാടി. വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി. തന